ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ MS ധോണിയെ കാണാത്ത ഒരു IPL സീസൺ ആരാധകർക്ക് സങ്കല്പിക്കാൻ പോലും പ്രയാസകരമാണ്. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് ആവേശകരമായി കുതിക്കുമ്പോഴും ഗാലറികൾ തിരിയുന്നത് അവരുടെ പ്രിയപ്പെട്ട MS ധോണിയെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഇത്തവണ മൈതാനത്ത് ധോണിയുടെ സാന്നിധ്യമില്ല എന്നത് ഒരു കടുത്ത യാഥാർത്ഥ്യമായി ചെന്നൈ ആരാധകർക്ക് മുന്നിലുണ്ട്. ഈ സീസണിന്റെ തുടക്കം മുതൽ ചെന്നൈ ടീമിനെ അലട്ടുന്നത് ധോണിയുടെ അഭാവം തന്നെയാണ്. നിലവിൽ 5 വിജയങ്ങളുമായി പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന CSKക്ക് നിർണായക ഘട്ടങ്ങളിൽ ധോണിയുടെ തന്ത്രപരമായ മികവും അനുഭവ സമ്പത്തും വലിയ നഷ്ടമായി മാറുകയാണ്. കളിക്കളത്തിലെ ഒരു താരമെന്നതിലുപരി ടീമിനെ ഒരുമിച്ച് നിർത്തുന്ന ചാലക ശക്തിയായിരുന്നു അദ്ദേഹമെന്ന തിരിച്ചറിവ് ഇത്തവണ മാനേജ്മെന്റിനും ആരാധകർക്കും ഒരേപോലെ അനുഭവപ്പെടുന്നുണ്ട്. ധോണിയുടെ വിരമിക്കൽ സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞ കുറച്ചു കാലമായി ക്രിക്കറ്റ് ലോകത്ത് സജീവമാണ്. ഓരോ സീസൺ കഴിയുമ്പോഴും ഇത് അദ്ദേഹത്തിന്റെ അവസാന പോരാട്ടമാകുമെന്ന് നിരീക്ഷകർ വിലയിരുത്താറുണ്ട്. എന്നാൽ 2026 സീസണിൽ പരിക്കിനെ തുടർന്ന് ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാത്തത് ധോണിയുടെ കരിയറിൽ അപ്രതീക്ഷിതമായ ഒരു തിരശീല വീഴ്ത്താനാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വ്യാപകമായി പടരുന്നത്. അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ധോണി എപ്പോഴും ഒരു വിസ്മയമാണ്. 2020 ഓഗസ്റ്റ് 15 ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിച്ചതുപോലെ IPLലും ഒരു നിശബ്ദമായ വിടവാങ്ങൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം. ആർഭാടമായ യാത്രയപ്പോ മത്സരങ്ങൾക്കോ ആരാധകരുടെ ആദരവിനോ കാത്തു നിൽക്കാതെ പടിയിറങ്ങുന്ന ധോണിയുടെ ശൈലി ഇത്തവണയും ആവർത്തിക്കപ്പെട്ടാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഓസ്ട്രേലിയൻ മുൻ നായകൻ മൈക്കൽ ക്ലാർക്കിന്റെ വാക്കുകൾ ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. ധോണിയെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് എന്നത് കേവലം ഒരു മത്സരത്തിലുപരി ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചാൽ പിന്നെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനം അദ്ദേഹം തിരിച്ചെടുക്കാൻ സാധ്യതയില്ല എന്ന ക്ലർക്കിന്റെ നിരീക്ഷണം ഇപ്പോൾ ആരാധകരെ കൂടുതൽ ആശങ്കയിലായെത്തുന്നുണ്ട്. ധോണിയെ ഇനി ക്രിക്കറ്റ് ലോകത്ത് എങ്ങനെ കാണാൻ സാധിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്നാൽ ധോണി പരിശീലകന്റെ വേഷമണിയുമോ എന്ന കാര്യത്തിലും വലിയ അനിശ്ചിതത്വമുണ്ട്. ടീമിന്റെ മുഖ്യ പരിശീലകനായി ധോണിയെ സങ്കല്പിക്കാൻ പ്രയാസകരമാണെന്ന് ക്ലർക്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. കർക്കശമായ നിയമങ്ങളുള്ള ഒരു കോച്ച് എന്നതിലുപരി സ്വാഭാവികമായി കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഇഷ്ടപ്പെടുന്ന ധോണിക്ക് കോച്ചിങ് റോൾ എത്രത്തോളം ഇണങ്ങുമെന്ന് കളി നിരീക്ഷകർക്കിടയിൽ ഒരു തർക്ക വിഷയമാണ്. എങ്കിലും MS ധോണിയുടെ സ്ഥാനം അറുത്തുമാറ്റാൻ സാധിക്കാത്ത വിധം ദൃഢമാണ്. അദ്ദേഹം വിരമിച്ചാലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ഉപദേഷ്ടാവായി ടീമിനൊപ്പം തുടരാനാണ് സാധ്യത കൂടുതൽ. ടീം ഉടമകളുമായും കളിക്കാരുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം പരിശോധിക്കുമ്പോൾ മൈതാനത്തിന് പുറത്തെ തന്ത്രങ്ങൾ മെനയാൻ ധോണിയെന്നും മഞ്ഞക്കുപ്പായക്കാർക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. ധോണിയോട് വിരമിക്കലിനെ കുറിച്ച് ഇപ്പോൾ തന്നെ സംസാരിക്കരുത് എന്നാണ് ആരാധകരോട് ക്ലർക്ക് അഭ്യർത്ഥിക്കുന്നത്. പരമാവധി കാലം അദ്ദേഹത്തെ ക്രിക്കറ്റിൽ നിലനിർത്താൻ ശ്രമിക്കുക എന്നതാണ് സ്നേഹാതിഥികളായ ആരാധകർക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. അദ്ദേഹത്തിന്റെ വിരമിക്കൽ എന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു യുഗത്തിന്റെ അന്ത്യമായിരിക്കും എന്നതുകൊണ്ട് തന്നെ ആ നിമിഷം എത്രത്തോളം വൈകുമോ എന്നത് ഓരോ ക്രിക്കറ്റ് പ്രേമികൾക്കും ആശ്വാസമാണ്. ധോണിയുടെ ഫിറ്റ്നസ് ഇപ്പോൾ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. പ്രായം 40കളിലേക്ക് കടന്നതോടെ പരിക്കുകൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ്. കഴിഞ്ഞ സീസണുകളിൽ പരിക്കിനെ അതിജീവിച്ച് അദ്ദേഹം കളിച്ചിരുന്നുവെങ്കിലും ഇത്തവണത്തെ പരിക്ക് താരത്തിന് തിരിച്ചുവരവ് അസാധ്യമാക്കുന്ന തരത്തിലുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രായത്തെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ ഒന്നാണല്ലോ. വിരമിക്കലിന് ശേഷം ധോണി തന്റെ ബിസിനസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്ര പുസ്തകത്തിൽ ധോണിയുടെ പേര് സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടതാണ്. ICCയുടെ 3 പ്രധാന ട്രോഫികളും ഇന്ത്യക്ക് നേടിത്തന്ന ഏക നായകൻ എന്ന ഖ്യാതി അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. IPLലും സമാനമായ ആധിപത്യം പുലർത്തിയ ധോണി ക്രിക്കറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നായകനായി വാഴ്ത്തപ്പെടുമ്പോൾ ഇന്നിന്റെ മറവിൽ അയാൾ നിരാശ പൂണ്ടിരിക്കുകയാണ്. ഈ സീസൺ അദ്ദേഹം ബാറ്റെടുത്ത് കളത്തിലേക്ക് ഇറങ്ങുമോ എന്നറിയില്ല. എന്തൊക്കെയായാലും ആരാധകർ ഇന്നൊരു തരം ദണ്ണത്തിലാണ്.
ആ ദണ്ണത്തിന് അറുതി വരുത്താൻ അയാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്കിൽ പിന്നെ അയാളെ സ്നേഹിക്കുന്ന ജനസാഗരങ്ങൾക്ക് വേണ്ടി ഒരു തിരിച്ചുവരവ് ആയിക്കൂടെ? അയാൾ തിരിച്ചു വരുമോ? നിങ്ങൾ പറയൂ.